ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് ചുമ്മാ ഇരിക്കുകയാണല്ലേ. ഇപ്പോൾ കുറേ ദിവസമായി വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എല്ലാവർക്കും ബോറടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വെക്കേഷന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, അത് വെച്ചുകൊണ്ടുള്ള കുറച്ചധികം സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആം വെച്ചുകൊണ്ടാണ്. ആം എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് അല്ലേ. ഐ ആം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ ആം എന്നതാണ്, ആം എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കൂട്ടുകാർക്ക് തന്നെ തോന്നും ഇത്രയും അധികം സെൻറ്റൻസ് ഇതുകൊണ്ട് പറയാൻ പറ്റിയിരുന്നോ എന്നുള്ള സംശയമൊക്കെ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അവസാനം നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസറും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, റെഡിയാണോ? അപ്പോൾ ആം എന്നുള്ളതാണ് നമുക്കറിയാം, നമ്മൾ അധികം ഇത് യൂസ് ചെയ്യാറുള്ളത് ഐ ആം എന്ന് പറയുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ അർത്ഥം? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അല്ലേ. ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് അർത്ഥം വരും. ഞാൻ അല്ലെങ്കിൽ എനിക്ക്. അപ്പോൾ എന്താണ് ഐ ആം എന്ന് പറഞ്ഞാൽ? ഐ ആം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും ആകുന്നും കൂടെ ആകും. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു എന്ന അർത്ഥം വരും. ഓക്കെ, ഞാനാകുന്നു അല്ലെങ്കിൽ എനിക്കാകുന്നു. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഐ ആം എന്നതുകൊണ്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഐ ആം എന്തൊക്കെ പറയാം നമുക്ക്? ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാവുന്നതാണ്, നിങ്ങളുടെ നെയിം പറയാം. അപ്പോൾ ഐ ആം രവി, ഐ ആം മായ, ഐ ആം കാവ്യ, ഞാൻ കാവ്യയാകുന്നു, രവിയാകുന്നു, മനുവാകുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഓക്കെ, ഐ ആം എന്താണ്, എന്തൊക്കെ വർക്ക് ഉണ്ട്? നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? സ്റ്റുഡൻറ്റ് എന്ന് പറയാം അല്ലേ. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്. ഇനി അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. അല്ലെങ്കിൽ ഐ ആം എ ഡ്രൈവർ, ഞാനൊരു ഡ്രൈവറാണ്. അല്ലെങ്കിൽ ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് വേണമെങ്കിലും, ഡോക്ടറോ ബിസിനസ്മാനോ ടീച്ചറോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം നമുക്ക്. അടുത്തത് നമുക്ക് ഐ ആം എന്താണ്? ഐ ആം ഇൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൽ. ഇൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം ഇൽ എന്നതാണ്. അപ്പോൾ ഞാൻ ഇൽ നിന്നിൽ വരുന്നു അല്ലെങ്കിൽ ഇൽ ആണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ആണ്. അപ്പോൾ ഐ ആം ഇൻ കേരള, ഞാൻ എവിടെയാണ്? കേരളത്തിൽ ആണ്. ഐ ആം ഇൻ കേരള. ഇനി കേരളത്തിലല്ല, ദുബായിലാണെങ്കിൽ എങ്ങനെ പറയാം കൂട്ടുകാരെ? ഐ ആം ഇൻ ദുബായ് എന്ന് പറയാമല്ലേ. ഐ ആം ഇൻ ദുബായ് എന്ന് പറയാം. ഇനി ഞാനിപ്പോൾ ഓഫീസിലാണ്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഐ ആം ഇൻ ദ ഓഫീസ് എന്ന് പറയാം. ഓക്കെ, ഇൻ ദ ഓഫീസ്, ഞാനിപ്പോൾ ഓഫീസിലാണ് എന്ന് പറയാം. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ആം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങളുടെ ഏജ് പറയാം, നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് പറയാം. ഐ ആം 10 years old. ഓക്കെ, എനിക്കിപ്പോൾ 10 വയസ്സാണ്, ഞാൻ 10 വയസ്സുകാരനാണ് അല്ലെങ്കിൽ 10 വയസ്സുകാരിയാണ്. ഇനി 10 അല്ല 20 ആണെങ്കിലോ 20 years old എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം നമുക്ക്. അടുത്തതായിട്ട് നമുക്ക് പറയാം ഐ ആം വെച്ചുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പനിയാണ്, അപ്പം ഞാൻ ഇന്ന് ലീവാണ് എന്ന് പറയണം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഓൺ എന്നുള്ളതാണ്. അപ്പോൾ ഐ ആം ഓൺ എന്താണ്? ലീവാണ് അല്ലേ. അപ്പോൾ ഐ ആം ഓൺ ലീവ്
ടുഡേ, ഞാൻ ഇന്ന് ലീവാണ്. ഇനി ലീവല്ല, ഇന്ന് ഡ്യൂട്ടി ഉണ്ടെങ്കിലോ, അപ്പോൾ ഐ ആം ഓൺ ഡ്യൂട്ടി ടുഡേ, എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറയാം. ഇനി ഇപ്പോൾ നമ്മൾ എവിടുന്നേലൊക്കെ വരികയാണ്, അപ്പോൾ നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ വഴിയിലാണെന്ന് പറയണം അല്ലേ. അപ്പോൾ അതിനെങ്ങനെ പറയാം? ഐ ആം ഓൺ ദ വേ എന്ന് പറയാം. ഞാനിപ്പോൾ വഴിയിലാണ്, ഐ ആം ഓൺ ദ വേ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഐ ആം കൊണ്ട് പറയാവുന്നതാണ്. ഇനി അടുത്തൊരു സെൻറ്റൻസിലേക്ക് പോയാലോ? റെഡിയാണോ? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഐ ആം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുകയാണ്, അപ്പോൾ നീ റെഡി ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? യെസ്, ഐ ആം റെഡി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഐ ആം റെഡി എന്ന് നമുക്ക് ഇത് വെച്ചുകൊണ്ട് പറയാം. ഇനി നീ എന്തിനേലും ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയാം. ഞാനതിന് ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ സ്കൂളിലൊക്കെ പോയി, പുതിയൊരു സ്കൂളാണ്, അപ്പോൾ നീ ഓക്കെ ആണോ, നീ അവിടെ റെഡി ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാം? ഐ ആം ഗെറ്റിംഗ് ഓക്കെ എന്ന് പറയാം. എന്താണ് ഐ ആം ഗെറ്റിംഗ് ഓക്കെ? ഞാനിങ്ങനെ ശരിയായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഗെറ്റിംഗ് ഓക്കെ എന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ടീച്ചർ എടുക്കുന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഞാനതിൽ ഹാപ്പിയാണ് എന്ന് പറയണം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയുക കൂട്ടുകാരെ? നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ ഹാപ്പിയാണ് ഈ പ്രോഗ്രാമിൽ അല്ലേ. അപ്പോൾ ഐ ആം എന്താണ്? ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി എന്തിലാണ്? വിത്ത് ദിസ് ക്ലാസ്. ഓക്കെ, ഐ ആം ഹാപ്പി വിത്ത് ദിസ് ക്ലാസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത ഒരു ഐ ആമിൻ്റെ യൂസേജ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഐ ആം അടുത്തത് ഗുഡ് അറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ് അറ്റ്. ഗുഡ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല, നമുക്ക് ഒരു കാര്യത്തിൽ നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്നുള്ള നമുക്ക് അങ്ങനെ പറയാം. ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഓർ ഐ ആം ഗുഡ് അറ്റ് മലയാളം അല്ലെങ്കിൽ ഐ ആം ഗുഡ് അറ്റ് മാത്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഞാനതിൽ ഭയങ്കര ഉഷാറാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഐ ആം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ അതിലങ്ങനെയാണ് അതിലിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അടുത്തതായിട്ട് ഐ ആം നോട്ട്. എന്താണ്? ഞാൻ അല്ല. അപ്പോൾ ഐ ആം നോട്ട്, ഞാനതിൽ അല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ദുബായിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ ദുബായിൽ അല്ല എന്ന് പറയണം അല്ലേ. ഐ ആം നോട്ട് ഇൻ ദുബായ്, ഞാനിപ്പോൾ ദുബായിൽ അല്ല. ഓക്കെ, ഞാനിപ്പോൾ ദുബായിലല്ല. ഇനി ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ്? നീ ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? ഐ ആം നോട്ട് ഫ്രീ ടുഡേ, ഞാനിന്ന് ഫ്രീ അല്ല. ഓക്കെ, ഐ ആം നോട്ട് ഫ്രീ ടുഡേ, ഞാനിന്ന് ഫ്രീ അല്ല. ഇനി നീ ഇപ്പോൾ ഇന്ന് ലീവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയാം. യെസ്, പറയൂ കൂട്ടുകാരെ. ഐ ആം നോട്ട് ഓൺ ലീവ് ടുഡേ, ഞാനിന്ന് ലീവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഓൺ ആണ് പറയാറ്. അപ്പോൾ ഐ ആം നോട്ട് ഓൺ ലീവ് ടുഡേ, ഞാൻ ഇന്ന് ലീവല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളും നമുക്ക് ഐ ആം നോട്ട് എന്നതുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഇതുവരെ ആൻസേഴ്സാണ് പഠിച്ചത് അല്ലേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഐ ആം എന്നതിനെ നമ്മൾ തലതിരിച്ചിട്ടാണ് എഴുതുക, അഥവാ ആം ഐ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഞാനാണോ എന്ന് വരും. ഞാൻ ആണോ. ഓക്കെ, അപ്പോൾ നീ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? നീ കറക്റ്റ് അല്ല, ഞാൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ്, ടീച്ചർ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ കറക്റ്റ് ആണോ എഴുതിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ആം ഐ കറക്റ്റ്. എന്താണ്? ആം ഐ കറക്റ്റ്, ഞാൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ആം ഐ കറക്റ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആം ഐ റൈറ്റ്. എന്താണ്? ഞാൻ റൈറ്റ് ആണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആം ഐ ലേറ്റ്, ഞാൻ ലേറ്റ് ആയോ, ക്ലാസ്സിൽ ലേറ്റ് ആയോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആം ഐ സെലക്റ്റഡ്, ഞാൻ ഈ പരിപാടിയിൽ സെലക്ട് ആയോ, ആം ഐ സെലക്റ്റഡ് എന്നും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആം വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ചോദിക്കാമെന്ന് മനസ്സിലായി അല്ലേ. ഇനി കുറച്ച് സെൻറ്റൻസ് ഞാൻ പറയാം, അപ്പോൾ കൂട്ടുകാർ അത് ശരിയായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തേത്
അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് എനിക്ക് അതിന് താല്പര്യം ഇല്ല. ഓക്കെ, എനിക്കതിന് താല്പര്യം ഇല്ല. താല്പര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. രണ്ടാമത്തേത് ഞാൻ തെറ്റുകാരനാണോ. ഓക്കെ, തെറ്റുകാരനാണോ. തെറ്റെന്ന് പറഞ്ഞാൽ റോങ്. അപ്പം ഞാൻ തെറ്റുകാരനാണോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ ഞാൻ പാചകത്തിൽ ഉഷാറാണ്. ഉഷാർ എന്നതിന് നമ്മൾ പറഞ്ഞു ഗുഡ് അറ്റ് എന്നാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാണ് കൂട്ടുകാർക്കുള്ള ടാസ്ക്. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇതേപോലെ നിങ്ങൾക്കും ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് ഈ വെക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്നല്ല, പക്ഷേ എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് സമയം ഇതേപോലെ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റും കൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.